ഹലോ, അപ്പൊ നമുക്ക് വന്ന വേറൊരു മെസ്സേജ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് യുകെയിൽ വന്നിട്ട് 9 മന്ത്സ് ആകുന്നു. അപ്പൊ എത്ര നാളത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം എഡ്യൂക്കേഷൻ റോളിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ എന്നാണ്. അപ്പോൾ ഇതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോബ് അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. അപ്പൊ ചില ജോബ് റോളുകൾക്ക് മിനിമം 2 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യാറുണ്ട്. അധിക ജോബ് അഡ്വർടൈസ്മെന്റിലും അവർ ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് സ്പെസിഫിക്കലി ചോദിക്കാറില്ല. അവർ കൊടുക്കാറുള്ളത് റിലവന്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഫോർ ദ റോൾ എന്നാണ്. അപ്പോൾ ആ ഒരു റിലവന്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അവർ ചോദിക്കാനുള്ള റീസൺ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരു ജോബ് റോൾ, ആ ഒരു എഡ്യൂക്കേറ്റർ റോളിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സെൽഫ് അസസ് ചെയ്യാനുള്ള രീതിയിലാണ്. അപ്പം ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നമുക്ക് ആ ഒരു ജോബിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ നിന്ന് കിട്ടിയ കുറെ എക്സ്പീരിയൻസും നോളജും സ്കിൽസും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അതിലും നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം ഒട്ടും നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം അറിയാതെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാതെ ടീച്ചിങ് റോളിലേക്ക് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. മിനിമം ഒരു 1 ഇയറോ 2 ഇയറോ ഒക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയി നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റോളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ നമ്മുടെ ജോബ് അഡ്വർടൈസ്മെന്റിൽ അവർ കൊടുത്തിരിക്കുന്ന എസെൻഷ്യൽ ക്രൈറ്റീരിയ ഒക്കെ വായിച്ചു നോക്കുക. അതിനകത്ത് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം.